ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട്, ടോറസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് മാർച്ച് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ, പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണതെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം? മാർച്ചിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 ഓഫ് വാൻഡ്സ് ആണ്. എന്താണ് നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി? പാസ്റ്റിൽ ഞാൻ കാണുന്നത് എംപ്രസ്. കറണ്ട് എനർജി, മാർച്ചിൻ്റെ എനർജി നിങ്ങൾക്ക് 7 ഓഫ് സ്വോർഡ്സ്. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി? ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 ഓഫ് വാൻഡ്സ്. എന്താണ് ചാലഞ്ച് ഈ മാസം? ഈ മാസത്തിൻ്റെ ചാലഞ്ച് 6 ഓഫ് കപ്സ് ആണ്. എന്താണ് നിങ്ങളുടെ അഡ്വൈസ് നിങ്ങൾക്ക് ഹൈ പ്രീസ്റ്റസ്. എന്താണ് സർപ്രൈസ് ഫാക്ടർ? സർപ്രൈസ് ആയിട്ട് വരണത് മജിഷ്യൻ. നിങ്ങളുടെ ഔട്ട്കം ഈ കാർഡ്. ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി വന്നിരിക്കുകയാണ് 5 ഓഫ് വാൻഡ്സ് ആണ്. 5 ഓഫ് വാൻഡ്സ് കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്. ആക്ച്വലി 5 ഓഫ് വാൻഡ്സ് കോമ്പറ്റീഷൻ്റെ എനർജിയാണ്. ജോലിയുടെ കാര്യത്തിൽ കുറേ കോമ്പറ്റീഷൻ ഉണ്ടാവും, വഴക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. റിലേഷൻഷിപ്സിൽ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ടാവാം. അതല്ല വെച്ചാൽ അവിടെയും വഴക്കിൻ്റെ എനർജി ആവാം. അപ്പോൾ റിലേഷൻഷിപ്പ്, ജോലി, അതിലൊക്കെ ഞാൻ കുറച്ചൊരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ 5 ഓഫ് വാൻഡ്സ്? ഇത് റൊമാൻറ്റിക് സിറ്റുവേഷനിലാണ് കൂടുതൽ ഞാൻ കാണുന്നത്. ഓക്കെ, റൊമാൻറ്റിക് കാര്യത്തിൽ എസ്പെഷ്യലി നിങ്ങളും വേറൊരു പേഴ്സൺ, നിങ്ങളെ രണ്ടാളും ഡേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ രണ്ടാളും പാർട്ട്നേഴ്സാണ് വെച്ചാൽ ഇവിടെ വേറെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്യണ എനർജി കാണാണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് വഴക്കുണ്ടാവാൻ ചാൻസസ് ഹൈ ആണ്. എംപ്രസ് എനർജിയാണ് പാസ്റ്റിൽ. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് കുറേ ഗ്രോത്തിൻ്റെ എനർജിയാണ്. ഇവിടെ കുറേ ഫെർട്ടിലിറ്റിയുടെ എനർജി ഉണ്ട്, പ്രഗ്നൻസിയുടെ എനർജി ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പ്രഗ്നൻ്റ് ആണ്, അതല്ല വെച്ചാൽ എന്തോ ഒരു പ്രഗ്നൻസിയുടെ ന്യൂസ് കിട്ടി. അതുമല്ല വെച്ചാൽ ഇത് എന്തോ ഗ്രോത്തിൻ്റെ എനർജിയാണ്. ഞാൻ പറഞ്ഞ മാതിരി ബിസിനസ്, കരിയർ, അതിലൊക്കെ കുറേ ഗ്രോത്ത് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. കുറേ സക്സസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു പുതിയ ജോലി ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ഉണ്ടായി പറഞ്ഞാൽ തുടങ്ങി. ഞാനിവിടെ കാണുന്നത് സ്റ്റാർ എനർജിയാണ്, ഹീലിംഗ് എനർജി ഉണ്ട് ഇവിടെ. ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയും കാണാണ്ട്. പക്ഷേ ഈ മാസം എന്തോ ഒരു ചതിയുടെ എനർജി ഉണ്ട്. ഏതോ ഒരു പേഴ്സൺ ഇവിടെ നിങ്ങളെ ചീറ്റ് ചെയ്യണ എനർജി കാണാണ്ട്. ഇത് ചില ഓൺലൈൻ സ്കാംസും ആവാം. അതല്ല വെച്ചാൽ ഏതോ ഒരു അറിയണ പേഴ്സൺ തന്നെ നിങ്ങളെ ചതിക്കണ എനർജി ഉണ്ട്. ഇവിടെ നെഗറ്റിവിറ്റിയുടെ എനർജി കുറേ ഉണ്ട്. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ സൂക്ഷിക്കണം. ആക്ച്വലി എന്താ വെച്ചാൽ കുറേ നെഗറ്റീവ് എനർജീസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആവാൻ വേണിച്ചാൽ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് നിങ്ങളുടെ അഗൻസ്റ്റായി പോകണത് ഇവിടെ. ഓക്കെ, ഇത് ഫ്രണ്ട്സ്, ഫാമിലി, ഇവരുടെ കൂടെ നിങ്ങൾ എപ്പോഴും മീറ്റ് ചെയ്യണ ആൾക്കാരാണ്. ഇവരെ എപ്പോഴും നിങ്ങൾ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടുന്നാണ് ഏറ്റവും കൂടുതൽ ഒരു ബിട്രിയലിൻ്റെ എനർജി കാണുന്നത്. 6 ഓഫ് വാൻഡ്സ് ഉണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ സക്സസ് വരണ എനർജി കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ 6 ഓഫ് വാൻഡ്സ്? പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ഉണ്ട്, സക്സസിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ ചെയ്യണത് അതിലൊക്കെ സക്സസ് ഉണ്ടാവും. ഈ ഇഷ്യൂസ്, ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായാലും നിങ്ങൾക്ക് ആ ഫേസിന് പുറത്തു വരാനുള്ള ഒരു സൊല്യൂഷൻ കിട്ടും. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ ഒരു പാസ്റ്റ് പേഴ്സൺ, ഇല്ലച്ച ഒരു പാസ്റ്റിൻ്റെ ഒരു ആളെ
തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അത് എന്തുകൊണ്ടാണ് ഈ ചാലഞ്ച് ആയിട്ട് കാണുന്നത്? 6 of Swords ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറേ സ്റ്റേബിൾ ആയിരുന്നില്ല മുമ്പേയും. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഇത് ചാലഞ്ച് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മേ ബി ഇവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു ഇഷ്ടപ്പെടില്ല. അത് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ആദ്യം ആ സെയിം പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണേ. പക്ഷേ ഇപ്രാവശ്യം ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ ഇഷ്യൂസിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ചാൻസ് ആണ് കൊടുക്കണത്. പാസ്റ്റിൽ ഏതും പേഴ്സൻ്റെ കൂടെ വഴക്കുണ്ടായാലും അവരുടെ കൂടെ കാര്യങ്ങൾ ഇരുന്ന് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അവരുടെ കൂടെ റീകൺസൈൽ ചെയ്യണില്ല വെച്ചാലും അറ്റ്ലീസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ അതിനെ ഇരുന്ന് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്ന അഡ്വൈസ് ആയിട്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയണ വെച്ചാൽ അത് ആ വോയിസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് അറിയും എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടെ എന്തോ ഒരു കൺഫ്യൂഷൻ്റെ പോയിന്റ് ഉണ്ട്. ഏതോ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കുറേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനെ ഈ ഓപ്പർച്യൂണിറ്റി, ഈ കാര്യം ഉണ്ടാവുന്നതും ഉടനെയാണ് ഉണ്ടാവുക. പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര സമയം ഉണ്ടാവില്ല തീരുമാനം എടുക്കാൻ. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് ആ സമയത്ത് ഇൻറ്റ്യൂഷൻ എന്താ പറയണത് വെച്ചാൽ അതിൻ്റെ വോയിസ് കേൾക്കുക ആൻഡ് അതിനെ ഫോളോ ചെയ്യുക. ഇവിടെ മജിഷ്യൻ ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ. പക്ഷേ ഓപ്പൺ അപ്പ് ചെയ്യാൻ നോക്കുക. എന്താ വെച്ചാൽ നിങ്ങൾ കുറേ റെസ്ട്രിക്റ്റഡ് എനർജിയിലാണ്, കുറേ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് ആണ് സംസാരിക്കണതും. വേറെ ആൾക്കാരുടെ കൂടെ പെരുമാറ്റം അതും കുറച്ചൊരു റെസ്ട്രിക്റ്റഡ് ആണ് നിങ്ങളുടെ. യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ പേടിക്കാനൊന്നുമില്ല, എല്ലാം ഉണ്ടാവണത് ഫൈനലി ഒരു കാർമിക് ജസ്റ്റിസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയും ശരിയാവും കാര്യങ്ങൾ. ഓക്കെ, വർക്കൗട്ട് ആവും. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 of Wands ആണ്. അപ്പോൾ ഇതൊരു ടെമ്പററി ഫേസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി കുറേ നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ സമയം നിങ്ങൾക്ക് കിട്ടിയിരിക്കണേ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ ലെസൺസ് നിങ്ങൾക്ക് മനസ്സിലാവും, ലൈഫ് ലെസൺസ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ലിറ്ററലി എന്തെങ്കിലും പുതിയതായി പഠിക്കണം വെച്ചാൽ നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട് അത് കുറേ ഹെൽപ്പാവും. പുതിയൊരു കോഴ്സ്, പുതിയൊരു സ്കിൽ. നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ് വെച്ചാൽ ഞാൻ കാണുന്നത് ഇത് നല്ല സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അബ്രോഡ് പോകാനുള്ള ചാൻസസ് ഹൈ ആണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടും കുറേ റിസർച്ച് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. ബ്ലൈൻഡായിട്ട് ഒന്നും ചെയ്യരുത്. ഓക്കെ, എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ടേക്ക് പോവാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും എന്തോ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട് അടുത്ത 3 മാസത്തിൻ്റെ ഉള്ളിൽ. ഇത് 3 മാസമല്ല വെച്ചാൽ 3 ആഴ്ച ആയിരിക്കും. പറഞ്ഞാൽ ഇത് മാർച്ച് എനർജി ആണല്ലോ, അപ്പോൾ 3 വീക്സിൻ്റെ എനർജിയും ആവാം. അപ്പോൾ ഈ 3 ആഴ്ചയിൽ എന്തോ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് യൂണിവേഴ്സ് പറയണത് ഇവിടെ. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജ് പറയണേ? അപ്പോൾ ഇവിടെ ഞാൻ സയൻസ് കാണുന്നത് അക്വേറിയസ് ഉണ്ട്, ലീബ്ര ഉണ്ട്, ജെമിനായി ഉണ്ട്. കുറേ അക്വേറിയസ്, ലീബ്ര, ജെമിനായി. അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പൈസീസ് ഉണ്ട്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. പക്ഷേ അക്വേറിയസ്, ലീബ്ര, ജെമിനായി ആണ് കൂടുതൽ കാണുന്നത്. യു ആർ റെഡി എന്നാണ് വന്നിരിക്കണേ. അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണ്, സംശയിക്കേണ്ട, മുമ്പോട്ട് പോവുക. അതാണ് ഇവിടെ മെസ്സേജ് വന്നിരിക്കണേ. അപ്പോൾ ടോറസ്, ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മാർച്ച് മാസത്തിൻ്റെ. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ അറിയണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.